ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ദിനങ്ങൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ദിനങ്ങളെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഏതൊരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ ഒരു ചോദ്യമെങ്കിലും ഒരു ദിനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഒരു PSC ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം വാരി വലിച്ച് നമ്മൾ നോക്കുന്നില്ല. പ്രധാനപ്പെട്ട PSC ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ദിനങ്ങൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനുവരി 9 പ്രവാസി ദിനമാണ്. ജനുവരി 9 എന്താണ്? പ്രവാസി ദിനം. ജനുവരി 9 പ്രവാസി ദിനം. ജനുവരി 12 ദേശീയ യുവജന ദിനം. ജനുവരി 12 ദേശീയ യുവജന ദിനം. പിന്നെ ജനുവരി 15 കരസേനാ ദിനമാണ്. ജനുവരി 15 എന്താണ്? കരസേനാ ദിനം. ജനുവരി 24 ബാലികാ ദിനം. ജനുവരി 24 എന്താണ്? ബാലികാ ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. അടുത്തത് ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 എന്താണ്? ക്യാൻസർ ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹ്യനീതി ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹ്യനീതി ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. എന്താണ്? മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21. അടുത്തത് മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8 എന്താണ്? വനിതാ ദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 22 എന്താണ്? ജലദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 ആണെങ്കിൽ കാലാവസ്ഥ ദിനം. മാർച്ച് 23 ആണെങ്കിൽ കാലാവസ്ഥ ദിനം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. അടുത്തത് ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 22 ഭൗമ ദിനം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. മെയ് 1 തൊഴിലാളി ദിനം. മെയ് 1 എന്താണ്? തൊഴിലാളി ദിനം. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. മെയ് 8 റെഡ് ക്രോസ് ദിനം. മെയ് 8 റെഡ് ക്രോസ് ദിനം. മെയ് 17 ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. മെയ് 17 എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 എന്താണ്? ജൈവ വൈവിധ്യ ദിനം. അടുത്തത് ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 14 അന്തർദേശീയ രക്തദാന ദിനം. ജൂൺ 14 അന്തർദേശീയ രക്തദാന ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 21 യോഗാ ദിനം. ജൂൺ 21 യോഗാ ദിനം. അടുത്തത് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 6 ഹിരോഷിമ ദിനം. ജൂലൈ 6 എന്താണ്? ഹിരോഷിമ ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ജൂലൈ 12 മലാല ദിനം. ജൂലൈ 12 എന്താണ്? മലാല ദിനം. ജൂലൈ 18 മണ്ടേല ദിനം. ജൂലൈ 18 മണ്ടേല ദിനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ഓഗസ്റ്റ് 9 എന്താണ്? ക്വിറ്റ് ഇന്ത്യ ദിനം. ഓഗസ്റ്റ് 19 ആണെങ്കിൽ ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 19 ജീവകാരുണ്യ ദിനം. ഇനി സെപ്റ്റംബർ 2 നാളികേര ദിനം. നാളികേര ദിനം സെപ്റ്റംബർ 2. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ 24.
നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. നവംബർ 30 സൈബർ സുരക്ഷാ ദിനം. നവംബർ 30 സൈബർ സുരക്ഷാ ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 11 എന്താണ്? പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 23 കർഷക ദിനം. ഡിസംബർ 23 എന്താണ്? കർഷക ദിനം. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ ദിനവുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത് ദേശീയ അധ്യാപക ദിനം എന്ന്. ദേശീയ അധ്യാപക ദിനം എന്ന്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെപ്റ്റംബർ 5, ഒക്ടോബർ 5, ജൂൺ 5, ജൂലൈ 5. ഏതാണ് ഉത്തരം? ദേശീയ അധ്യാപക ദിനം എന്നാണ്. സെപ്റ്റംബർ 5 ആണ്. ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. അടുത്ത ചോദ്യം നോക്കൂ. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓഗസ്റ്റ് 8, സെപ്റ്റംബർ 21, നവംബർ 27, ഏപ്രിൽ 30. ഏതാണ് ഉത്തരം? സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 21. അടുത്തത് നോക്കൂ. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മാർച്ച് 10, ജൂൺ 6, ഒക്ടോബർ 23, ജനുവരി 22. ഏതാണ് ഉത്തരം? മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 23. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23. അടുത്തത് നോക്കൂ. താഴെ കൊടുത്തവയിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം? താഴെ കൊടുത്തവയിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെപ്റ്റംബർ 23, മാർച്ച് 21, ഡിസംബർ 22, ജൂൺ 21. ഏതാണ് ഉത്തരം? ഡിസംബർ 22. താഴെ കൊടുത്തവയിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം? ഡിസംബർ 22. അടുത്ത നോക്കൂ. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? എന്താണ് ഓപ്ഷൻ നോക്കാം. ലോക ഹീമോഫീലിയ ദിനം, ലോക മലേറിയ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക പോളിയോ ദിനം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 പ്രത്യേകത എന്താണ്? ലോക ക്ഷയരോഗ ദിനമാണ്. അടുത്ത ചോദ്യം നോക്കാം. വായനാ ദിനം. വായനാ ദിനം എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. സെപ്റ്റംബർ 5, ജൂൺ 19, സെപ്റ്റംബർ 8, ജൂൺ 5. ഏതാണ് ഉത്തരം? ജൂൺ 19 ആണ്. വായനാ ദിനം എന്നാണ് ജൂൺ 19. അടുത്ത ചോദ്യം നോക്കാം. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒക്ടോബർ 24, ജൂൺ 5, സെപ്റ്റംബർ 16, ഡിസംബർ 1. ഏതാണ് ഉത്തരം? സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം നോക്കൂ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഫെബ്രുവരി 28 ആണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്നാണ് ഫെബ്രുവരി 28. അടുത്ത ചോദ്യം നോക്കൂ. ലോക എയ്ഡ്സ് ദിനം. ലോക എയ്ഡ്സ് ദിനം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡിസംബർ 1, ഓഗസ്റ്റ് 9, സെപ്റ്റംബർ 4, നവംബർ 14. ഏതാണ് ഉത്തരം? സെപ്റ്റംബർ 4 ആണ്. ലോക എയ്ഡ്സ് ദിനം സെപ്റ്റംബർ 4. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. PSC ആവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നോക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.